അടുത്തത് ഇനി പറയാൻ പോകുന്നത് ലിസ്റ്റ് ഇൻ HTML. എങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതേപോലെ ഇപ്പോൾ ലിസ്റ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടാവും. നമുക്കറിയാം നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ബുള്ളറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വി ആർ ഫെമിലിയർ വിത്ത് നമ്പേർഡ് ലിസ്റ്റ് ആൻഡ് ബുള്ളറ്റഡ് ലിസ്റ്റ്. മെയിൻലി നമ്മുടെ HTML നമ്മൾ 3 kinds ഓഫ് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, രണ്ടാമത്തേത് ഓർഡേർഡ് ലിസ്റ്റ്, മൂന്നാമത്തേത് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് അൺഓർഡേർഡ് ലിസ്റ്റ്, രണ്ടാമത്തേത് ഓർഡേർഡ് ലിസ്റ്റ്, മൂന്നാമത്തേത് ഡെഫിനിഷൻ ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് ആവുമ്പം അതിനകത്ത് ബുള്ളറ്റ്സ് ആയിരിക്കും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ടാഗ് പെയർ യൂസ് ചെയ്യണം. UL എന്ന് പറയുന്ന ഒരു ടാഗ് പെയർ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഇതിൽ ഓരോ ഐറ്റവും LI എന്ന് പറയുന്ന ടാഗ് പെയറിനുള്ളിലാണ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, UL എന്ന് പറയുമ്പം അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. ലിസ്റ്റിങ്ങിനെ സൂചിപ്പിക്കുന്ന ടാഗ് പെയർ ആണ് LI എന്ന് പറയുന്നത്. അപ്പം അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ LI എന്ന് പറയുന്ന ടാഗ് പെയറിനുള്ളിൽ വേണം ഈ UL എന്ന് പറയുന്ന ടാഗ് പെയർ എഴുതാനായിട്ട്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന പ്രോബ്ലമാണിത്. ഓക്കെ, അപ്പം നമ്മൾ സെൻറ്റർ നമുക്ക് വേണ്ടുന്ന കണ്ടന്റ് അവിടെ കൊടുത്തു. അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്താണ് അതിൽ ലിസ്റ്റ് ചെയ്ത് വരണം എന്ന് വിചാരിക്കുക. അൺഓർഡേർഡ് ലിസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ UL എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരേണ്ട കാര്യങ്ങൾ ഓരോ ലിസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. റാം വരണം, പിന്നെ അടുത്ത ലിസ്റ്റാണ് ഹാർഡ് ഡിസ്ക്, അടുത്തത് മദർ ബോർഡ്, പ്രോസസ്സർ. അപ്പോൾ അതെവിടെയാണ് UL-നുള്ളിലാണ് ഈ ലിസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. നമുക്ക് റൺ ചെയ്യുമ്പം ഇതേപോലെ തന്നെ ഒരു ലിസ്റ്റിങ്ങിൽ നമുക്ക് ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ എഴുതുന്നത്. ഇനി ഓർഡേർഡ് ലിസ്റ്റ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഒരു ന്യൂമറിക്കൽ അല്ലെ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഐറ്റത്തിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് പെയറാണ് നോക്കുക. OL എന്ന് പറയുന്ന ടാഗ് പെയറാണ് യൂസ് ചെയ്യുന്നത് ടു ക്രിയേറ്റ് ആൻ ഓർഡേർഡ് ലിസ്റ്റ്. ഈ ടാഗ് പെയറിനുള്ളിലായിരിക്കും നമ്മൾ LI എന്ന് പറയുന്ന ടാഗ് പ്രസന്റ് ചെയ്യുന്നത്. ഓർഡേർഡ് ലിസ്റ്റിനെ നമുക്ക് നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയാനായിട്ടും സാധിക്കും. ഓക്കെ, ഏത് ഓർഡറിലാണോ നമുക്ക് വേണ്ടത് ആ പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും ഐറ്റത്തിനെ ലിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. OL എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ബോഡിക്കുള്ളിൽ വരുന്ന ടാഗുകളാണ്. ഓക്കെ, OL എന്ന് കൊടുക്കുന്നു. OL-നുള്ളിലാണ് ഓരോ ലിസ്റ്റും. LI, L1, LI അടുത്തത്, LI അടുത്തത്, LI അടുത്തത്. അത് കഴിഞ്ഞ് OL ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ റൺ ചെയ്യുമ്പം ഇപ്പം നമ്പേർഡ് ലിസ്റ്റ് ആയിരുന്നപ്പം നമ്പേഴ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പം രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഇനിയും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഓർഡേർഡ് ലിസ്റ്റിൽ ഏത് ടൈപ്പ് ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 1 എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫോൾട്ട് നമ്പറിംഗ് സ്കീം തന്നെ ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. A യൂസ് ചെയ്യുവാണെങ്കിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്മോൾ a ആണെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സ്. I എന്നാണെങ്കിൽ റോമൻ ന്യൂമറൽസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് I യൂസ് ചെയ്യുന്നത്. സ്മോൾ I ആണെങ്കിൽ അതിനെ സ്മോൾ ലെറ്ററിൽ കാണിക്കാൻ വേണ്ടി. അപ്പം OL സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ നമുക്ക് എന്താ ലിസ്റ്റ് ചെയ്യുമ്പോൾ 5 മുതൽ ലിസ്റ്റ് ചെയ്യും. 5, 6, 7, 8 അങ്ങനെ ആയിരിക്കും ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നോക്കിക്കേ, OL ടൈപ്പ് ഇസ് ഈക്വൽ ടു I എന്നാണ് കൊടുത്തിരിക്കുന്നത്. I എന്ന് പറയുമ്പോൾ ടൈപ്പ് ഏതാണ്? റോമൻ ലെറ്റേഴ്സിൻ്റെ ടൈപ്പാണ്. പക്ഷേ ഏത് റോമൻ ലെറ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5 എന്ന് പറയുന്ന റോമൻ ലെറ്റർ, 5 എന്ന് പറയുമ്പോൾ V ആണ് അല്ലേ. 5 എന്ന് പറയുന്ന റോമൻ ലെറ്റർ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പും കൊടുക്കുന്നു. എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് സ്പെസിഫൈ ചെയ്യും. സ്പെസിഫൈ ചെയ്തില്ല എങ്കിൽ ബിഗിനിങ്ങിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. എന്നിട്ട് എന്താണോ ലിസ്റ്റ് ചെയ്യേണ്ടത് ആ കണ്ടൻസും കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഔട്ട്പുട്ടിൽ V 6, 7, 8 എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിനെ ലിസ്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ആദ്യത്തെ 2 ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ലിസ്റ്റ് ഏതാണ്? ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ്. ഓക്കെ, ഡെഫിനിഷൻ ലിസ്റ്റ് ടിപ്പിക്കലി ഇൻറ്റൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ ടേം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിന് നോ ബുള്ളറ്റ് സിമ്പിൾ അല്ല നമ്പർ ഒരിക്കലും ഇതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല.
ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് പെയറാണ് DL എന്ന് പറയുന്ന ടാഗ്. ഇത് ഈ ടേമിനുള്ളിലെ ഈ ലിസ്റ്റിലെ ഓരോ ടേമും ക്രിയേറ്റ് ചെയ്യുന്നത് DT ടാഗും DD ടാഗ്സ് സപ്ലൈസ് യൂസ് ചെയ്തിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. DT എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ, ഒരു പെർട്ടിക്കുലർ വേർഡിൻ്റെ ഡെഫിനിഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഡെഫിനിഷൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പം DT എന്ന് നമ്മൾ കൊടുത്താൽ ആ വേർഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് DD ടാഗിനുള്ളിൽ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇത് കോമൺ ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? DL ടാഗിനുള്ളിലായിരിക്കണം ഈ DT ടാഗും DD ടാഗും സ്പെസിഫൈ ചെയ്യാനായിട്ട്. ഇനി വേറെ ഒരു ഹെഡിങ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ല വേറെ ഒരു ടേം ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ അടുത്ത DT ആയിട്ട് കൊടുക്കുന്നു, അതിൻ്റെ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യും. ഇതിനെല്ലാം ശേഷം DL എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. അപ്പോൾ ഓരോ ഡെഫിനിഷനെയും നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് DL ടാഗ്. ആ DL ടാഗിനുള്ളിൽ നമുക്ക് ടേംസിനെ സ്പെസിഫൈ ചെയ്യാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് 3 തരത്തിലുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. അതായത് ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിനെ വേറൊരു ലിസ്റ്റിനുള്ളിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് നമുക്കൊരു അൺഓർഡേർഡ് ലിസ്റ്റിനെ ഒരു ഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അൺഓർഡേർഡ് ലിസ്റ്റിനെ ഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ യൂസ് ചെയ്യുന്നു, ഓർഡേർഡ് ലിസ്റ്റിനെ അൺഓർഡേർഡ് ലിസ്റ്റിനുള്ളിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഡേർഡ് ലിസ്റ്റ് ആദ്യം കൊടുക്കുന്നു, അതിനുശേഷം നമ്മൾ ലിസ്റ്റ് ചെയ്യുവാണ് ഇൻപുട്ട് ഡിവൈസസ്. പക്ഷെ അത് UL അൺഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മുടെ ബുള്ളറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ വരുന്നത്. ഇനി അതിനുശേഷം അത് ആ അൺഓർഡേർഡ് ലിസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഔട്ട്പുട്ട് ഡിവൈസിന് ലിസ്റ്റ് ചെയ്യാണ്. അതിന് നമുക്കും അൺഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് കൊടുക്കണം. പക്ഷെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് കൊടുക്കുന്നു? സ്ക്വയർ. അപ്പോൾ അവിടെ ബുള്ളറ്റ്സ് അല്ല സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ എന്ന് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് ലിസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത LI എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, അത് മെമ്മറി ഡിവൈസസ് ആണ്. അവിടെ UL ടൈപ്പ് എന്ന് പറയുന്നത് സർക്കിൾ എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തേത് ഇൻപുട്ട് ഡിവൈസ് ആയിരുന്നു, രണ്ടാമത്തേത് ഔട്ട്പുട്ട് ഡിവൈസ്, മൂന്നാമത്തേത് മെമ്മറി ഡിവൈസ്. അതിനുള്ളിൽ ഓരോ കണ്ടന്റിനെയും ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓർഡേർഡ്, അൺഓർഡേർഡ്, ഡെഫിനിഷൻ ലിസ്റ്റ്, ലാസ്റ്റ് വൺ ആണ് നെസ്റ്റഡ് ലിസ്റ്റ്.